ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നവരാണോ? നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ധാരാളം സ്റ്റോറീസും പോസ്റ്റും ഒക്കെ ഇടാറുണ്ടോ? എന്നാൽ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ ഇന്ന് നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പം ആ ആപ്ലിക്കേഷൻ്റെ ഉപയോഗം, ആ ആപ്ലിക്കേഷൻ്റെ ഒരു ഡെമോ വീഡിയോ ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിന് മുമ്പ് ചെറിയൊരു കാര്യം, നിങ്ങൾ ആദ്യമായാണ് എൻ്റെ യൂട്യൂബ് ചാനലിൽ വീഡിയോസ് കാണുന്നെങ്കിൽ എൻ്റെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ഐക്കനോട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പം ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റും നിങ്ങളുടെ പോസ്റ്റുകളൊക്കെ നിങ്ങൾക്ക് അതിമനോഹരമാക്കി മാറ്റാൻ പറ്റും. ഓക്കെ, അപ്പം നമ്മുടെ ആപ്ലിക്കേഷൻ്റെ പേരാണ് അൺഫോൾഡ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ കിട്ടുന്നതാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾ ജസ്റ്റ് അൺഫോൾഡ് നിങ്ങളുടെ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുക. അൺഫോൾഡ് നിങ്ങളുടെ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം കുറച്ച് പെർമിഷൻ കാര്യങ്ങളൊക്കെ ചോദിക്കും. അതെല്ലാം ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത ശേഷം ഇതിൻ്റെ ഏറ്റവും താഴെ ഒരു പ്ലസ് ചിഹ്നം കാണും. ഈ പ്ലസ് ചിഹ്നത്തിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ഒരു നെയിം, എന്തെങ്കിലും ഒരു പേര് അടിക്കാൻ പറയും. അതായത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ഫയലിൻ്റെ നെയിമാണ് അടിക്കാൻ ഉദ്ദേശിക്കുന്നവർ. അപ്പം ഞാൻ എൻ്റെ ചാനലിൻ്റെ പേര് ഇവിടെ കൊടുക്കുവാണ്. ടൈം ഫോർ ടെക് എന്ന് കൊടുത്തു. എന്നിട്ട് പിന്നെയും ഒരു പ്ലസ് ചിഹ്നം കാണും. വീണ്ടും ആ പ്ലസ് ചിഹ്നത്തിൽ നിങ്ങൾ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നമ്മുടെ മൈക്രോസോഫ്റ്റിലെ വേഡ്, അതായത് നമ്മുടെ കമ്പ്യൂട്ടറിലെ മൈക്രോസോഫ്റ്റിലെ വേഡ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞ പോലെ വേഡിനകത്ത് കിടക്കുന്ന പോലെ ഒരുപാട് ഇതുണ്ട്. നമുക്ക് പല രീതിയിൽ നമ്മുടെ ഇത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് കസ്റ്റമൈസ് ആയിട്ടുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് രീതിയിലാണോ ഇത് കസ്റ്റമൈസ് ചെയ്യേണ്ടത് അത് നിങ്ങൾ എടുക്കുക, ക്ലിക്ക് ചെയ്യുക. ഞാനിവിടെ എനിക്ക് ഫോട്ടോസ് മാത്രം അപ്ലോഡ് ചെയ്താൽ മതി. അപ്പം ഞാൻ ഇവിടെ ഫോട്ടോസിൻ്റെ ഒരു ഓപ്ഷനാണ് എടുത്തു. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുറച്ച് ഫോട്ടോസ് നിങ്ങൾ ആഡ് ചെയ്യുക. ജസ്റ്റ് ആ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ പിടിച്ചൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫോട്ടോയുടെ നമ്മുടെ മീഡിയയിലേക്കാണ് പോകുന്നത്. അവിടെ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ക്യാമറ കൊടുക്കുക. ഒരു 4 ഫോട്ടോസ് ഇതിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് സെലക്ട് കൊടുത്താൽ മതി. സെലക്ട് കൊടുത്ത ശേഷം ഒരു ഫോട്ടോ ആഡ് ചെയ്യണം. 5 ഫോട്ടോ ആണ് വേണ്ടത്. നമ്മുടെ ക്യാമറ എടുക്കുക, ഒരു ഫോട്ടോ ആഡ് ചെയ്യുക. ആഡ് ചെയ്തു. ഇത് നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളർ ചേഞ്ച് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഏറ്റവും സൈഡിലായിട്ട് ഒരു പെൻസിലിൻ്റെ ചിഹ്നം കാണും. ആ പെൻസിലിൻ്റെ ചിഹ്നത്തിൽ നിന്ന് ഞെക്കി കഴിയുമ്പോഴത്തേക്കും അവിടെ ബാക്ക്ഗ്രൗണ്ട് കളർ എന്നൊരു ഓപ്ഷൻ കാണും. അവിടെ നിന്ന് ജസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഈ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളർ നമുക്ക് മാറ്റാൻ പറ്റും. ഇത് വെള്ള, ഇപ്പോൾ നമുക്ക് ചുമലയിടാം. ഇപ്പോൾ ഇത് ചുമല നിറമായി. ഇനി നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും വരുത്തണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സേവ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഏറ്റവും സൈഡിൽ ടെക്സ്റ്റ് ബോക്സ് എന്നൊരു ഓപ്ഷൻ കാണും. അതൊന്ന് എടുക്കുക. അപ്പോൾ അവിടെ ഒരു ടെക്സ്റ്റ് വന്നിട്ടുണ്ട്. ആ ടെക്സ്റ്റിൻ്റെ അവിടെ ഡബിൾ ടാപ്പ് ചെയ്യുക. ഡബിൾ ടാപ്പ് ചെയ്ത ശേഷം അവിടെ എന്താണോ നിങ്ങൾക്ക് എഴുതേണ്ടത് അത് ഇവിടെ എടുക്കുക. ജസ്റ്റ് ഡബിൾ ടാപ്പ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ കീബോർഡ് ഓപ്പൺ ആയി വരും. എന്നിട്ട് ഞാനിവിടെ ഒരു ടൈറ്റിൽ കൊടുക്കാൻ പോവാണ്. ഞാൻ ഇവിടെ സബ്സ്ക്രൈബ് മൈ ചാനൽ എന്ന് കൊടുത്തു. ഇതിൻ്റെ നിറം നിങ്ങൾക്ക് മാറ്റണം, ഇതിൻ്റെ ഇതിൻ്റെ സ്റ്റൈലോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തൊട്ട് മുകളിൽ ഒരു പെൻസിലിൻ്റെ ചിഹ്നം കാണും. അവിടെ എഡിറ്റ് ടെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണും. അത് കൊടുക്കുക. അത് കൊടുത്ത ശേഷം നിങ്ങൾക്ക് ഇതിൻ്റെ ഫോണ്ടൊക്കെ മാറ്റാൻ പറ്റും. ഫോണ്ട് മാറ്റാം, കാര്യങ്ങളൊക്കെ. അത് കുറച്ച് വലിപ്പത്തിലാക്കണേ. ഏറ്റവും താഴെ വലിപ്പം കൂട്ടാനുള്ള ഓപ്ഷനും ഉണ്ട്. എന്നിട്ട് ഇതിൻ്റെ നിറം മാറ്റണമെങ്കിൽ ഇവിടെ ഏറ്റവും സൈഡിലായിട്ട് ഒരു എയുടെ ചിഹ്നമുണ്ട്. ആ എയുടെ ചിഹ്നത്തിൽ പിടിച്ച് നിൽക്കുമ്പോൾ നിറം നിങ്ങൾക്ക് മാറ്റാൻ പറ്റുന്നതാണ്. ഇതുപോലെ വളരെ ഭംഗിയായ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളുടെ സ്റ്റോറീസ് നിങ്ങൾക്ക് വളരെയധികം ക്രിയേറ്റീവായിട്ട്, ഞാൻ ഈ സ്റ്റോറീസ് ക്രിയേറ്റ് ചെയ്യാൻ അത്ര എക്സ്പെർട്ട് ഒന്നുമല്ല. അതുകൊണ്ടാണ് ഞാൻ വളരെ സിമ്പിളായിട്ടാണ്, അതായത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ടാണ് ഞാൻ ഇത് ചെയ്തത്. നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്രിയേറ്റിവിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലും മനോഹരമായിട്ട് നിങ്ങളുടെ സ്റ്റോറീസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആയിട്ട് നിങ്ങളുടെ സ്റ്റോറീസ് വരും, അല്ലെങ്കിൽ നിങ്ങളുടെ പോസ്റ്റൊക്കെ വളരെയധികം അട്രാക്റ്റീവ് ആയിരിക്കും. എന്നിട്ട് ഇതിൻ്റെ ഏറ്റവും മുകളിൽ ഡൗൺലോഡിൻ്റെ ഒരു ചിഹ്നം കാണും. ആ ഡൗൺലോഡിൻ്റെ ചിഹ്നത്തിൽ നിങ്ങൾ ജസ്റ്റ് ഞെക്കി കഴിയുമ്പോഴത്തേക്കും 2 ഓപ്ഷനാണ് കാണിക്കുന്നത്. 2 ഡിവൈസും ഇൻസ്റ്റാഗ്രാമുമാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഇൻസ്റ്റാഗ്രാമിലേക്ക് ഡയറക്റ്റായിട്ട് പോസ്റ്റ് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് പിന്നെ നിങ്ങളുടെ സമയം പോലെയാണ് നിങ്ങൾ പോസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ 2 ഡിവൈസ് കൊടുക്കുക. ഞാനൊരു 2 ഡിവൈസാണ് കൊടുക്കുന്നത്. 2 ഡിവൈസ് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും ഇത് നിങ്ങളുടെ ഫോണിലേക്ക് ഇത് സേവ് ആയി കിടക്കും. എന്നിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് ഇൻസ്റ്റാഗ്രാമിലേക്ക് സെൻഡ് ചെയ്താൽ മതി. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളിത് ലൈക്ക് ചെയ്യുക. ഇഷ്ടമായില്ലേ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ തരേണ്ട ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറയുന്നത് എൻ്റെ വീഡിയോസ് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. കാരണം നിങ്ങളുടെ ഷെയറിങ് ഉണ്ടായാൽ മാത്രമേ എൻ്റെ ചാനൽ എനിക്ക് വളർത്തിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.